പ്രമുഖ നിർമ്മാതാവും ആശീർവാദ് ഫിലിംസിന്റെ ഉടമയുമായ ആന്റണി പെരുമ്പാവൂരിന് IT ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് നൽകിയിരിക്കുന്നു. പൃഥ്വിരാജിന് കൊടുത്ത അതേ ദിവസം തന്നെയാണ് ആന്റണി പെരുമ്പാവൂരിനും നോട്ടീസ് ലഭിച്ചിരിക്കുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം. 2022 കണക്കുകളിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടാണ് IT നൽകിയിരിക്കുന്ന നോട്ടീസ്. ഇതൊരു തുടർ പ്രക്രിയയാണ്. 2017 സമാനമായ രീതിയിലുള്ള പരിശോധനകൾ നടന്നിരുന്നു. 2022 റെയ്ഡുകളും നടന്നിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ദുബായിൽ വെച്ച് മോഹൻലാലിന് 2.5 കോടി രൂപ കൈമാറി. ഇതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ഇറാൻ സ്വദേശിയായ ഗുൽഷനാണ് മലയാള സിനിമകളുടെ ഓവർസീസ് റൈറ്റ് എടുക്കുന്നത്. ഈ ഓവർസീസ് റൈറ്റിൽ വലിയ രീതിയിലുള്ള നികുതി വെട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് ആദായ നികുതി വകുപ്പിന് സംശയമുണ്ട്. കാരണം ഈ പുറം നാടുകളിലാണ്, രാജ്യത്തിന് പുറത്താണ്. പുറത്ത് വെച്ച് ഒരു തുക താരങ്ങൾ കൈപ്പറ്റുകയും അതിലേറെ തുകകൾ ഹവാല വഴി നാട്ടിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് ഈ ആദായ നികുതി വകുപ്പ് സംശയിക്കുന്നു. ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് ലൂസിഫർ എന്ന ചിത്രങ്ങളിൽ അഭിനയ നേതാക്കൾക്കും ഒപ്പം തന്നെ ഓവർസീസ് റൈറ്റിൻ്റെയും കണക്കുകളിൽ വ്യക്തത വരുത്തണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പൃഥ്വിരാജിന് നോട്ടീസ് നൽകിയ ആ ദിവസം തന്നെ, അതായത് മാർച്ച് 29 തന്നെ. ഒപ്പം തന്നെ ആദായ നികുതി വകുപ്പിൻ്റെ ഈ അന്വേഷണങ്ങൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. അന്വേഷണത്തിൻ്റെ ഭാഗമായി കിട്ടിയ റിപ്പോർട്ട് അവർ ആദായ നികുതി വകുപ്പിൻ്റെ അസസ്മെൻറ്റിന് നൽകിയിരുന്നു. അസസ്മെൻ്റാണ് ഇപ്പോൾ ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. പൃഥ്വിരാജിന് 10 കോടി രൂപയെങ്കിലും കുറഞ്ഞത് പിഴ അടയ്ക്കേണ്ടി വരുമെന്നുള്ളൊരു സൂചനയും കൂടി പുറത്ത് വരുന്നുണ്ട്. ആശീർവാദ് ഫിലിംസ് മുൻപും ഈ റെയ്ഡിനുമൊക്കെ വിധേയമായിട്ടുള്ളതാണ്. അന്വേഷണത്തിന് വിധേയമായിട്ടുള്ള ഒരു ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയാണ്. അന്ന് അനവധി ഫിലിം പ്രൊഡക്ഷൻ കമ്പനികൾക്ക് റെയ്ഡ് നടക്കുകയും ഇതുപോലുള്ള നോട്ടീസുകൾ നൽകുകയും മറ്റും ചെയ്തിരുന്നു. ഏതായാലും എമ്പുരാൻ സിനിമയല്ല ഇതിൻ്റെ പിന്നിൽ എന്ന് ഉള്ള കാര്യം വളരെ വ്യക്തമാണ്. കാരണം എമ്പുരാൻ സിനിമ ഇറങ്ങുമ്പോൾ തന്നെ നോട്ടീസ് ലഭിച്ചിരുന്നു. സിനിമ ഇറങ്ങി പിന്നീടാണത് വിവാദവും മറ്റുമൊക്കെ ആയിരുന്നത്. ഏതായാലും 2022 ചിത്രങ്ങളുടെ കണക്കുകളാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. പൃഥ്വിരാജിനും അത്തരത്തിലുള്ള പഴയ കണക്കുകളാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെയാണ് 10 കോടി രൂപ പിഴ അടയ്ക്കേണ്ടി വരുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.